قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم حاميم تنزيل الكتاب من الله العزيز الحكيم إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും വന്ന ഒരു ലീഡ് ന്യൂസുണ്ട്, എക്സ്ക്ലൂസീവ് ന്യൂസുണ്ട്. മറ്റൊന്നുമല്ല, ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു എന്നതായിരുന്നു ആ വാർത്ത. നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ മുഴുവൻ മാധ്യമങ്ങളിലും മീഡിയകളിലും ഇത് വന്നിരുന്നു. അതായത് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന 39 വയസ്സുള്ള ലക്നൗ സ്വദേശി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് ആ സംഗതി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് ഓരോരുത്തർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു സംഗതി കൂടിയാണ് ശുഭാൻഷു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ സമയം 12:01 അമേരിക്കയുടെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്ന് 39A വിക്ഷേപണ തറയിൽ നിന്ന് ഫാൽക്കൺ 9 എന്ന പേരിൽ അറിയപ്പെടുന്ന റോക്കറ്റിൽ ഈ പേടകം, സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചത്. നീണ്ട 28 മണിക്കൂർ യാത്ര ചെയ്ത് വ്യാഴാഴ്ച 4:15 ശുഭാൻഷു ശുക്ലയും അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ട അമേരിക്കയിൽ നിന്നും ഹംഗറിയിൽ നിന്നും പോളണ്ടിൽ നിന്നുമുള്ള മറ്റു 3 ആളുകൾ, അങ്ങനെ മൊത്തം 4 ആളുകൾ ഈ ബഹിരാകാശ പേടകത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടെ 7 പേരുണ്ട്. നിലവിൽ 7 പേര് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട്. 550 കോടി രൂപയാണ് ആ ഒറ്റക്കൊരാളെ ബഹിരാകാശ നിലയത്തിൽ പറഞ്ഞയക്കാൻ ഇന്ത്യക്ക് വേണ്ടി വന്ന ചിലവ്. എന്താണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ചുരുക്കത്തിൽ ISS എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള
താമസിക്കാൻ പറ്റുന്ന അഥവാ വാസയോഗ്യമായിട്ടുള്ള നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയുടെ പേരാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഭൂമിക്ക് പുറമെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളതാണത്. അത് വാസയോഗ്യമാണ്. അത് 24 മണിക്കൂറും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 356 അടിയാണ്. അഥവാ നമ്മുടെ ഈ പള്ളികളെക്കാളെല്ലാം നീളമുണ്ട്. 356 അടിയാണ് അതിൻ്റെ നീളം. 239 അടിയാണ് അതിൻ്റെ വീതി. 90 അടിയാണ് അതിൻ്റെ പൊക്കം. 90 അടി എന്ന് പറയുമ്പോൾ ഒരു 9 നില കെട്ടിടത്തിൻ്റെ പൊക്കം വരും. സാധാരണ 10 അടിയാണ് സാധാരണ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, കടമുറികളുടെയും വീടിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 90 അടി എന്ന് പറയുമ്പോൾ 9 നില കെട്ടിടത്തിൻ്റെ പൊക്കം വരും. ചുരുക്കത്തിൽ ഒരു ഫുട്ബോൾ കോർട്ടിനേക്കാൾ വലിയ ഒരു കെട്ടിടമാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, ISS. കെട്ടിടം എന്ന് പറയുമ്പോൾ ഇതേപോലെ കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു സംഗതിയല്ല. മൊത്തത്തിൽ അതിൻ്റെ നീളവും വീതിയും അതിൻ്റെ മൊത്തം ഏരിയ നോക്കുമ്പോൾ ആ അളവ് വരും. അതിനകത്ത് താമസയോഗ്യമായ സ്ഥലം, ഈ അളവിൽ ഒരു കെട്ടിടം പണിതാൽ ഒരുപാട് സ്ഥലം ഉണ്ടാവും താമസിക്കാൻ. പക്ഷെ അതിനകത്ത് താമസയോഗ്യമായ സ്ഥലം 10,060 സ്ക്വയർ ഫീറ്ററാണ്. നമ്മുടെ വീട് 2,000 സ്ക്വയർ ഫീറ്റ്, 3,000 സ്ക്വയർ ഫീറ്റ്, 1,500 സ്ക്വയർ ഫീറ്റൊക്കെയാണ്. അതിനകത്ത് 10,060 സ്ക്വയർ ഫീറ്റ് മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഇടമുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലം പാലിച്ച് മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. 400 കിലോമീറ്റർ അകലം പാലിച്ചുകൊണ്ട് 27,600 കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ. നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന വിമാനം മണിക്കൂറിൽ 965 കിലോമീറ്റർ മാത്രമാണ് വേഗതയിലാണ് സഞ്ചരിക്കുക ഒരു മണിക്കൂറിൽ. ഒരു മണിക്കൂറിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സാധാ വിമാനം 965 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ആ സ്ഥാനത്താണ് ഈ പറയുന്ന സാധനം വിമാനത്തേക്കാൾ 28 ഇരട്ടി വേഗതയിൽ മണിക്കൂറിൽ, അഥവാ 27,600 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ അത് 24 മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2000 മുതൽ അതിപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2000 നവംബർ 2 മുതൽ അതിൻ്റെ എല്ലാ സെറ്റപ്പോടും കൂടി അതിപ്പോൾ ഇന്നുവരെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രത്തേക്കാൾ അല്പം വലിപ്പവും, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തേക്കാൾ അല്പം വലിപ്പവും കുറച്ചുകൂടി തെളിച്ചവുമുള്ള ചലിക്കുന്നൊരു വസ്തു ആകാശത്തു കൂടി ഇങ്ങനെ ചലിക്കുന്നത് നമുക്ക് തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ സാധനമാണ് ഈ ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇത്രയും വേഗതയിൽ ഇത് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ 92.69 മിനിറ്റ് കൊണ്ട് ആ പേടകം, ആ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കും. ഇത്രയും സ്പീഡ് ഉള്ളതുകൊണ്ട് 92.69 മിനിറ്റ് കൊണ്ട് വലം വയ്ക്കും. അതുകൊണ്ട് തന്നെ 15.45 പ്രാവശ്യം ഒരു ദിവസത്തിൽ നമ്മുടെ ഒരു ദിവസത്തിൽ ഇത്രയും വലിയ സ്പേസ് സെൻറ്റർ ഭൂമിയെ 15.45 പ്രാവശ്യം വലം വയ്ക്കും. അഥവാ 15.5 പ്രാവശ്യം ഇതിങ്ങനെ കറങ്ങി വരും. അതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഒരു ദിവസത്തിൽ ഒരു പകലും ഒരു രാവും കാണുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇരിക്കുന്ന ഒരാൾ ഒരു ദിവസം 15 പ്രാവശ്യം രാവും പകലും കാണും. നമ്മളൊരു ദിവസം നമ്മൾ അനുഭവിക്കുന്ന ഈ പകല്, പിന്നെ നമ്മൾ അനുഭവിക്കുന്ന രാത്രി. അവരങ്ങനെയല്ല, ഒരു ദിവസത്തിൽ അതിരുന്നു കൊണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് 15 പ്രാവശ്യം രാപ്പകലുകൾ മാറുന്നത് കാണും. കാരണം അവർ ആ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് പോയി താമസിക്കാനും അവന് ഒരുപാട് പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ അവിടെ നിന്നുകൊണ്ട് നടത്താനും. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 4 ലബോറട്ടറികൾ അവിടെയുണ്ട്. ഡെസ്റ്റിനി, കൊളംബസ്, ട്രാങ്ക്വിലിറ്റി, കിബോബ് എന്ന് പറയുന്ന 4 ലബോറട്ടറികളുണ്ട്. ഈ 4 ലബോറട്ടറികൾ ഒന്ന് അമേരിക്കയുടേതാണ്, ഒന്ന് റഷ്യയുടേതാണ്, ഒന്ന് ജപ്പാൻ്റേതാണ്. ഈ ലബോറട്ടറികളിൽ മനുഷ്യർ അവിടെ ചെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 23 രാഷ്ട്രങ്ങളിൽ നിന്നായി
ഇതുവരെ 280 ആളുകൾ ശാസ്ത്രജ്ഞന്മാർ അവിടം സന്ദർശിച്ചിട്ടുണ്ട് ഈ 25 കൊല്ലത്തിനിടയിൽ. 83 രാഷ്ട്രങ്ങൾ അവിടുത്തെ ലബോറട്ടറിയെ വ്യത്യസ്തമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും നമ്മുടെ അഭിമാനമായ ശുഭാൻശു ശുക്ല ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഉമ ജ്യോതി എന്ന് പറയുന്ന 2 ഇനം നെൽവിത്തുകളും അതുപോലെ തന്നെ ഒരു എള്ളിൻ്റെ വിത്തും അതുപോലെ തക്കാളി, വഴുതന, കുറ്റിപ്പയർ ഇവയുടെ വിത്തുകളും അങ്ങനെ 6 ഇനം വിത്തുകളുമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ മൈക്രോഗ്രാവിറ്റി, അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യനുള്ളത്. അതിനകത്ത് പിടിച്ചു നിന്നില്ലെങ്കിൽ പൊങ്ങിപ്പോകും, ആ ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ ആ മൈക്രോഗ്രാവിറ്റി എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ഈ വിത്തിനങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അവർ പോയിട്ടുള്ളത്. 14 ദിവസം അവിടെ തങ്ങിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് അവർ തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ നന്നായി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ദിക്റിന് വേണ്ടിയിട്ടാണ്. ISSനെ കുറിച്ചുള്ള ഒരു ഫിക്റിലൂടെ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ദിക്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പഠിക്കാൻ പറ്റുന്ന നമ്മുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, അത് പഠിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. പഠിക്കാൻ പറ്റുന്ന ആളുകൾ അവരാരായാലും, പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ എന്തിന് നമ്മളിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഇൻ്റർനാഷണൽ സ്പേസ് ക്രാഫ്റ്റിലേക്കൊന്ന് വരിക. അഥവാ 27,600 കിലോമീറ്റർ വേഗതയിൽ 24 മണിക്കൂറും 365 ദിവസവും 25 കൊല്ലമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ കോർട്ടിനേക്കാൾ വലിയ ഒരു കെട്ടിടം മുകളിൽ നിന്ന് കറങ്ങുകയാണ്. നമ്മളൊക്കെ ഉല്ലസിച്ച് ചിരിച്ചിവിടെ നടക്കുമ്പോൾ ഒരു കുറേ മനുഷ്യർ അതിൻ്റെ മുകളിൽ മനുഷ്യർക്കായി, അവരുടെ പുരോഗതിക്കായി പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് നമ്മളിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ ദിക്റിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമുക്കൊക്കെ ഉള്ളത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു തരം ട്രഡീഷണൽ ബിലീഫാണ്. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് പാരമ്പര്യമായി കിട്ടിയ ഒരു വിശ്വാസമാണ്. അതിനപ്പുറം ഒരു ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് പലപ്പോഴും ആളുകളുടെ വിശ്വാസം ഉയർന്നിട്ടില്ല. അത് പാരമ്പര്യമായി കിട്ടിയ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. ആ വിശ്വാസത്തിൽ നിന്ന്, കേവലം പാരമ്പര്യമായി കിട്ടിയ വിശ്വാസത്തിൽ നിന്ന് അതൊരു ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോഴാണ് ഈമാൻ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. നമ്മുടെ ദൈനംദിന ഇടപാടുകളെയും ഇടപഴകലുകളെയും ഒക്കെ, സാമ്പത്തിക ഇടപാടുകളെയും മറ്റ് പെരുമാറ്റങ്ങളെയും സമീപനങ്ങളെയും ഒക്കെ അള്ളാഹു സ്വാധീനിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹു സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാരമ്പര്യ വിശ്വാസം കൊണ്ട് അത് സാധിക്കില്ല. പാരമ്പര്യ വിശ്വാസം കൊണ്ട് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ആചാരങ്ങളും ഒരു കുറേ അനുഷ്ഠാനങ്ങളും ഒരുപക്ഷെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ പറ്റും എന്നല്ലാതെ നമ്മുടെ ജീവിതത്തെ എല്ലാ കാൽവെപ്പുകളിലും സ്വാധീനിക്കാൻ ആ വിശ്വാസം കൊണ്ടും മതിയാവില്ല എന്നുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കാൻ വിധം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ മാത്രമാണ് നമ്മൾ ഈമാനുള്ളവനാണെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ വർത്തമാനത്തെ അത് നിയന്ത്രിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ അത് നിയന്ത്രിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ബോധമുണ്ടാകും. നമ്മുടെ സംസാരത്തെ അത് നിയന്ത്രിക്കും, നമ്മുടെ മറ്റിടപാടുകളെ അത് നിയന്ത്രിക്കും. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. പാരമ്പര്യ വിശ്വാസം കൊണ്ട് ആ ബോധം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ദിക്റിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഫിക്ർ ഉണ്ടാകണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഫിക്ർ ഉണ്ടാകുമ്പോഴാണ് ദിക്ർ ഉണ്ടാവുകയുള്ളൂ. ഫിക്ർ ഉണ്ടാകുമ്പോഴാണ് ദിക്ർ ഉണ്ടാവുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചുറ്റുവട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റുവട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ. കാരണം വിശ്വാസിയോട് അത് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കുള്ള ആ ഒരു വിശ്വാസത്തെ കൂടുതൽ ബോധ്യത്തിന്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ ആമുഖത്തിൽ ഓതി വെച്ചത്. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, 45-ാം അധ്യായം സൂറത്തുൽ ജാസിയയിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഓതി വെച്ചത്. എന്താണത്? ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, അസീസും ഹക്കീമുമായിട്ടുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് ഈ വേദഭാഗം.
ഇന്ന ഫി സമാവാതി വൽ അർദിൽ ആയാത്തിൽ മുഅ്മിനീൻ, ആകാശത്തും ഭൂമിയിലും മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. കാഫിറിന് വിശ്വസിക്കാൻ ദൃഷ്ടാന്തമുണ്ടെന്നല്ല പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. മുഅ്മിനീങ്ങൾക്ക് എന്തിനാണ് ദൃഷ്ടാന്തം? അവർ ഓൾറെഡി വിശ്വസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മുഅ്മിനീങ്ങളോട് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ കളർഫുൾ ആക്കാനും പ്രോജ്വലമാക്കാനും കൂടുതൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കണം, അതിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. അതുമാത്രമല്ല, ഒഫി ഖൽഖിക്കും, നിങ്ങളുടെ സൃഷ്ടിപ്പിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒമാ യബ്സു മിൻ ദാബത്തിൻ ആയാത്തുൽ ലിഖൗമി യുഖിനൂൻ, അഥവാ ഈ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ജീവജാലങ്ങളുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിരവധി വെറൈറ്റി ജീവികൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവയെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കണം. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കണം. ഒമാ അൻസലല്ലാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം താഴോട്ട് ഇറക്കുന്നുണ്ട്. മിർസിഖിൻ ഫഹിയ ബിഹിൽ അർദ ബഅദ മൗതിഹാ, അതിനുശേഷം അത് നമ്മളൊന്നുമേ ഇല്ല എന്ന് വിചാരിച്ച ആ ഭൂമിയിൽ ഒരുപാട് ചെടികൾ ഇങ്ങനെ പൊട്ടിമുളച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ വെള്ളം അവിടെ വീഴുന്നതോടുകൂടി ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്നത് കാണാം. അത് ആർക്ക് ദൃഷ്ടാന്തമാണ്? ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 190-ാം വചനത്തിൽ പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാരായ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അങ്ങനെ അവർ നിന്നും ഇരുന്നും കിടന്നും എവരി ടൈം എല്ലായ്പ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അവരെല്ലാ സമയവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ല, മറിച്ച് എപ്പോഴും അവർ അള്ളാഹുവിന്റെ സർവൈലൻസിലാണ് ഉള്ളത്, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ഉള്ളത് എന്ന ഒരു ബോധം അവർക്കുണ്ടാകും. അവർ അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അല്ലാതെ എപ്പോഴും ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് തസ്ബീഹുമാലം പിടിച്ചല്ലി കൗണ്ടറും പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്നല്ല, അള്ളാഹിനെ കുറിച്ച് സദാസമയവും അവർക്ക് ഓർമ്മയുണ്ട്. അള്ളാഹുവിന്റെ സർവൈലൻസിന് കീഴിലാണ് താൻ ഉള്ളത് എന്ന ഓർമ്മയുണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യും അവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ തഫക്കുർ ചെയ്യും, അഥവാ ഫിക്ർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. ആ ബോധ്യത്തിൽ നിന്നാണ് അവർ പറയുന്നത്, അല്ലാഹുവേ, നീ ഇത് വെറുതെ ഒന്നും സൃഷ്ടിച്ചതല്ല, ഇത് വെറുതെ ഒന്നും താനെ ഉണ്ടായത്, യാദൃച്ഛികമായിട്ട് ഉണ്ടായതൊന്നുമല്ല, നീ വളരെ വ്യവസ്ഥാപിതമായിട്ട് മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഈ നിനക്ക് കത്തിക്കാളുന്ന നരകാഗ്നിയെയും സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബേ, ആ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ എന്ന ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ വരുന്ന ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ചുറ്റുവട്ടത്തെക്കുറിച്ച് ആലോചിക്കും. ഇനിയും വേറെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ചിന്തിക്കാത്തവരെ അള്ളാഹു അതിശക്തമായിട്ട് അപലപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശക്തമായി അപലപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, ചിന്തിക്കാത്തവരെ, ആലോചിക്കാത്തവരെ. അപ്പോ ആ ചിന്തയിലൂടെ, ആ ആലോചനയിലൂടെ നമ്മൾ നമ്മുടെ കേവല വിശ്വാസത്തെ, ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും കേവലം പകർന്നു കിട്ടിയ വിശ്വാസത്തെ ബോധ്യത്തിന്റെ, ഈമാനിന്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കണം. അതിനാണ് ചിന്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനാണ് നമ്മളിപ്പോൾ ശ്രദ്ധേയമായ ഒരു സംഗതി, ഏറ്റവും പുതിയ ഒരു സംഗതി എന്നുള്ള നിലക്ക് ISS-നെ അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ അവതരിപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഇത്രയും വലിയ ഒരു നിലയം ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ 400 കിലോമീറ്റർ അകലം പാലിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ ഒരു പേടകം, ഒരു ക്രാഫ്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് 365 ദിവസവും. 25 കൊല്ലമായിട്ട് അത് കറങ്ങുകയാണ്. 25 കൊല്ലമായിട്ട് അത് കറങ്ങുന്നു. അതിനകത്ത് ഇപ്പോൾ 11 ആളുണ്ട്. എപ്പോഴും അതിനകത്ത് ആളുണ്ട്. 2000 നവംബർ 2-ാം തീയതി മുതൽ ഈ നിമിഷം വരെ ഒരു ഇടവേളയുമില്ലാതെ അതിനകത്ത് മനുഷ്യൻ താമസിക്കുന്നുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ശാസ്ത്രജ്ഞന്മാർ അതിനകത്ത് താമസിക്കുകയാണ്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ അവിടെ പോയത് ഈ ശുഭാൻഷു ശുക്ലയാണ്. അതാണ് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ബഹിരാകാശ പരിവേഷണ രംഗത്ത് വലിയ ഒരു കാൽവെപ്പാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കാരണം ഇന്ത്യക്ക് തന്നെ ഏതാണ്ട് 20,200 കോടി രൂപ മുടക്കി
ഈ ഒരു ബഹിരാകാശ നിലയം ഇന്ത്യയുടേത് മാത്രമായിട്ട് അവിടെ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഉദ്ദേശമുണ്ട് 2040 അതിനകത്തേക്കുള്ള വലിയ ഒരു കാൽവെപ്പാണിത്. അപ്പോൾ ആ നിലക്ക് നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ പറയുന്നത് അതിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ അതൊരു വകുപ്പായി മാറണം. നമ്മളൊന്നും അതിനെക്കുറിച്ച് ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവില്ല. വാർത്ത ഇതിപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ നമ്മുടെ മുത്താപ്പായോ കൊച്ചാപ്പായോ ഒന്നും അല്ലാത്ത ആരോ പോയിട്ടുണ്ട്, അതിനിപ്പോൾ നമുക്ക് എന്താണ് കാര്യം എന്നുള്ള നിലക്ക് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ വായിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ടാകും. അങ്ങനെയല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു നിമിഷം ബാക്കിയൊക്കെ വാർത്തകളൊക്കെ കേട്ടിരുന്ന് അങ്ങോട്ട് തട്ടിവിടുന്നത് പോലെയല്ല ഇത്. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളൊന്ന് ചിന്തിക്കണം, അള്ളാഹുവിനെക്കുറിച്ചൊന്ന് ഓർക്കണം. അള്ളാഹിനെക്കുറിച്ച് ഓർക്കാനാണ്, അല്ലാതെ ബഹിരാകാശ നിലയത്തിൻ്റെ ആ മഹിമയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗതി മനസ്സിലാക്കാനല്ല. അതൊക്കെ ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കിക്കോളും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. ഈ ബഹിരാകാശ നിലയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, ഇത് ഉണ്ടാക്കിയ മനുഷ്യൻ്റെ തല സമ്മതിക്കണം. കാരണം എന്താ, ഇവിടെ വച്ച് ഇത്രയും വലിയ ഒരു സാധനത്തെ ഏതാണ്ട് 5-10 കൊല്ലം കൊണ്ടാണ് അതവിടെ ഉണ്ടാക്കിയെടുത്തത്. വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ക്രാഫ്റ്റിൽ കൊണ്ടുപോയി അതവിടെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇവിടെ നിന്ന് പോകുന്ന പേടകം അവിടെ 27,600 കിലോമീറ്റർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, ഞാൻ പറഞ്ഞല്ലോ അത്രയും വേഗത്തിലാണ് അത് കറങ്ങുന്നത്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ ഭൂമിയിൽ നിന്ന് പോയ വേറൊരു വാഹനവുമായി ബന്ധിപ്പിച്ച് ഒരു നിശ്ചിത സമയത്ത് കൂട്ടി യോജിപ്പിച്ചാലാണ് ഇതിനകത്തുള്ള ആൾക്ക് അതിനകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് ഇതിനകത്തുള്ള ആൾക്ക് ഇതിനകത്തേക്ക് കയറണ്ടേ? അപ്പൊ അത്രയും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേഗതയിൽ ഈ സാധനവും ഒപ്പം നിന്ന് കറങ്ങിയാൽ മാത്രമാണ്. ഇന്നിപ്പോൾ നേരത്തെ അത് മാനുവലായിരുന്നു, ഇപ്പോൾ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അത് വളരെ കൃത്യം അവിടെ പോയി നിൽക്കും. അതിനകത്തേക്ക് ആൾക്ക് കയറാം. അതിനകത്ത് ആള് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ സാധനം പോയി അവിടെ വേറെ ഫിറ്റായി അതിനകത്തേക്ക് കയറണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര അത്ഭുതകരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു കെട്ടിടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം അവിടെ കിടന്ന് കറങ്ങുന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. നമ്മളപ്പോൾ ആലോചിക്കുന്നു, ഇത് കണ്ടെത്തിയവൻ്റെ തലയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത് കണ്ടെത്തിയവൻ്റെ തലയെക്കുറിച്ചാണ്. ഇവരെന്തൊരുമായി, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ ഇയാളെ സമ്മതിക്കണം. JCB നിന്ന് മാന്തുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം ഇങ്ങനെ ഒരു ഐഡിയ ഉദിച്ചത് ശാസ്ത്രജ്ഞന്റെ തലയിലാണ്. ശാസ്ത്രജ്ഞന്റെ തലയിലാണ് ഐഡിയ ഉദിച്ചത്. ആ ഐഡിയ അവിടെ ഉദിക്കും വിധം തലച്ചോറിനെ സെറ്റ് ചെയ്തത് ആ ശാസ്ത്രജ്ഞനല്ല, ശാസ്ത്രജ്ഞന്റെ തലച്ചോറിലാണ് ഇത് ഉദിച്ചത്. പക്ഷേ ആ തലച്ചോറ് ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉദിക്കുമാറ് ആ തലച്ചോറ് രൂപപ്പെടുത്തിയ ഒരു അള്ളാഹുവിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കാത്തത്? ആ തലച്ചോറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ, അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പുറകിൽ പ്രവർത്തിച്ച മനുഷ്യനെ കുറിച്ച്, ശാസ്ത്രജ്ഞനെ കുറിച്ച് നാം ആലോചിച്ച് അത്ഭുതം കൊള്ളുമ്പോൾ ആ ഐഡിയ ഉയർന്നു വന്ന ആ തലച്ചോറിന്റെ സൃഷ്ടാവിനെ കുറിച്ച്, അത് നിർമ്മിച്ചവനെ കുറിച്ച്, അത് നിർമ്മിച്ചൊരു വലിയ സൂപ്പർ ശാസ്ത്രജ്ഞനുണ്ടല്ലോ, അയാളെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മളൊന്ന് മനുഷ്യൻ ആലോചിക്കാത്തത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാണ്. ഇന്നൽ ഇൻസാന ലവലൂമുൻ കഫാർ, മനുഷ്യൻ എത്ര അക്രമിയും നന്ദി കെട്ടവനുമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ തലച്ചോറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെയും നിങ്ങളുടെയൊക്കെ തലച്ചോറ് എന്ന് പറയുന്നത് 1300 ഗ്രാമിനും 1400 ഗ്രാമിനും ഇടയിലാണ്. അഥവാ 1300 ഗ്രാമാണ് എൻ്റെ ഈ തലച്ചോറിൻ്റെ തൂക്കം. അതിനകത്തുള്ളത് എന്തെന്നാണ്? 60% ഫാറ്റാണ്. ബാക്കി 40% എന്താണ്? വെള്ളമാണ്, പ്രോട്ടീനാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്, അതുപോലെ തന്നെ ഉപ്പാണ്, സാൾട്ടാണ്. ഇത് കൂടിയതാണ്. പിന്നെ അത് കൂടാതെയുള്ള രക്തമോടുന്ന കുഴലുകളാണ്, അതീവ ചെറിയ ഫൈബർ കുഴലുകളാണ് അതിനകത്തൂടി പോകുന്നത്. പിന്നെ ഉള്ളത് നാഡി ന്യൂറോൺസ് ആണ്, നമുക്ക് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ന്യൂറോൺസുകളാണ്. ഇത്രയും അടങ്ങിയത് ഈ 1300 ഗ്രാം അഥവാ 1 കിലോ 300 ഗ്രാം അത്രയുള്ള ഒരു തലച്ചോറ് ഇത്രയാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെന്തെന്ന സാധനം? ഇത് തികച്ചും ഫിസിക്കൽ മാറ്റേഴ്സാണ്, അഥവാ ഭൗതിക പദാർത്ഥമാണ്. നമ്മുടെ തലച്ചോറ് ഭൗതിക പദാർത്ഥമാണ്. നമ്മളൊരാളുടെ തല പൊളിച്ചിട്ട് നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ഫാറ്റ് ഉണ്ടാകും. ആ വെളുത്ത് നമ്മൾ തലച്ചോറ് കാണുന്നത് മിക്കവാറൊക്കെ ഫാറ്റാണ്, പിന്നെ ഉപ്പാണ്, പിന്നെ വെള്ളമാണ്, പിന്നെ പ്രോട്ടീനാണ്, പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത്തരം സാധനങ്ങളാണ്. പിന്നെ ഞരമ്പുകൾ നമുക്കിങ്ങനെ കാണാം. നമ്മൾ ഈ ഉലൂഹിയത്തെ കറക്കുമ്പോൾ ആ പോത്തിൻ്റെ തല ഒന്ന് പൊട്ടിച്ച് നമ്മൾ ആ തലച്ചോറ് ചില ആളുകളൊക്കെ എടുക്കാറുണ്ടല്ലോ, ആ തലച്ചോറ് എടുത്ത് കയ്യിൽ വെച്ച് നോക്കിയാൽ നമുക്കും ഇത് കാണാൻ സാധിക്കും. വല്ലപ്പോഴൊക്കെ ഉലൂഹിയത്ത് ഇറക്കുമ്പോൾ ഒന്ന് നോക്കണമെന്നേ, നമ്മളതൊന്ന് നോക്കണം.
ഈ തലച്ചോറ് ഇതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഏറെക്കുറെയൊക്കെ ഉള്ള തലച്ചോറാണ് ഈ കുടില ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിലുള്ളത്, തലച്ചോറിലും ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ തലച്ചോറ് ഭൗതിക പദാർത്ഥമാണ്. ഞാൻ പറയുന്നത് ഒന്ന് ഗൗരവത്തോടുകൂടി നിങ്ങൾ കാണണം. ആ ഭൗതിക പദാർത്ഥത്തിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സെന്റർ എന്ന് പറയുന്ന ഒരാശയം, തികച്ചും ഭൗതികമല്ലാത്ത ഒരാശയം ഉടലെടുക്കുകയാണ്. അത് പദാർത്ഥമല്ല. ആശയം എന്ന് പറഞ്ഞ പദാർത്ഥമല്ല. തീർത്തും പദാർത്ഥപരമായ ഒരു വസ്തുവിൽ നിന്ന് ഒരിക്കലും പദാർത്ഥമല്ലാത്ത ഒരാശയം, ഐഡിയ ഉണ്ടാവുകയാണ്. ഏതാ ഐഡിയ? ഇന്റർനാഷണൽ സ്പേസ് സെന്റർ. 27,600 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ, ഒരു ലബോറട്ടറിയുടെ ഒരു ഐഡിയ ഉണ്ടാവുകയാണ്. പിന്നീടാണ് ഐഡിയ പ്രയോഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ തികച്ചും പദാർത്ഥപരമായ ഒരു വസ്തുവിൽ നിന്ന് ഒട്ടും പദാർത്ഥപരമല്ലാത്ത ഒരു ഐഡിയ രൂപപ്പെട്ട് പിന്നെ പദാർത്ഥപരമായിട്ടുള്ള ഇന്റർനാഷണൽ സ്പേസ് സെന്റർ ഉണ്ടാവുകയാണ്. ആ വസ്തുവിൽ ആ ഐഡിയ ഒളിപ്പിച്ചു വെച്ച ഒരു നാഥനില്ലേ, ഒരു റബ്ബില്ലേ, അതിനകത്ത് ആ ഐഡിയ ഒളിപ്പിച്ചു വെച്ച നാഥൻ. ആ റബ്ബിനെ നമ്മൾ സ്തുതിക്കണ്ടേ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ആലോചിക്കുമ്പോഴെല്ലാം നാം സ്തുതിക്കേണ്ടതല്ലേ പടച്ചവനെ? ആ തലച്ചോറിൽ ഇങ്ങനെ ഒരു ഐഡിയ ഒളിപ്പിച്ചു വെച്ചു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്പേസ് സെന്റർ താനെ ഉണ്ടാകുമോ എന്നിവിടുത്തെ നാസ്തികനോട് ചോദിച്ചാൽ അവൻ ഉണ്ടാവില്ല എന്ന് പറയും. അതുണ്ടാവില്ല. അത് ഇന്നിന്ന ആളുകൾ കൂടി വർഷങ്ങളെടുത്ത ഐഡിയകളുടെ റിസൾട്ടാണ് ഈ പറയുന്ന സ്പേസ് സെന്റർ. എന്നാൽ അവനോട് ആ സ്പേസ് സെന്ററിന്റെ ഐഡിയ ഉദിച്ച ആ തലച്ചോറ് ആര് സൃഷ്ടിച്ചതാണെന്ന് ചോദിച്ചാൽ മുൻപിൻ നോക്കാത്ത അവൻ പറയും അത് തന്നെ ഉണ്ടായതാണെന്ന്. ഇതാണ് മനുഷ്യൻ. ഇന്നൽ ഇൻസാന ലവലൂമുൻ കഫാർ. മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണ്. നന്ദി കെട്ടവനാണ്. അതിന്റെ പുറകിൽ ഒരു ശാസ്ത്രജ്ഞനില്ല, തന്നെ ഉണ്ടായതാണെന്ന് അവൻ പറയൂലല്ലോ. പറയുന്നവൻ അവൻ 6-ാം നൂറ്റാണ്ടിലെ ആളായിട്ട് ചിത്രീകരിക്കൂലേ? പറയുന്നവൻ അവന്റെ മുഖത്ത് നോക്കി പരിഹസിക്കൂലേ? എന്നാൽ അതേ അവൻ ആ ഐഡിയ ഉദയം കൊണ്ട തലച്ചോറുണ്ടല്ലോ, ഈ പറയുന്ന തീർത്തും പദാർത്ഥപരമായ തലച്ചോറ്, ആ വസ്തുക്കളെല്ലാം മനുഷ്യന് ഇവിടെ കൊട്ടക്കണക്കിന് അവൈലബിൾ ആണ്. വെള്ളം ഇവിടെ ഇല്ലേ? പ്രോട്ടീൻ ഇവിടെ ഇല്ലേ? അതുപോലെ തന്നെ പിന്നെ ഫാറ്റ് ഇവിടെ ഇല്ലേ? എല്ലാം ഉണ്ടല്ലോ. ആ സാധനങ്ങളും ബ്ലഡ് ഇവിടെ ഉണ്ടല്ലോ. ന്യൂറോണിന് പറ്റിയ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് അതൊക്കെ കൂടി ഒന്ന് കൂട്ടിയിട്ടിട്ട് അതിനകത്ത് ഇതുപോലെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുമോ? എന്തിനാ പറ്റാത്തത്? അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കണം. നേരത്തെ മനുഷ്യരിവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള മനുഷ്യന്റെ തലച്ചോറും ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ തലച്ചോറും നാളെ ജീവിക്കുന്ന മനുഷ്യന്റെ തലച്ചോറും ഈ 1,300 1,400 ഉള്ളൂ. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് തല വലുതാകുന്നത്? മനുഷ്യൻ പുരോഗമിക്കും തോറും അവന്റെ തല വലുതാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അതേ തലച്ചോറ് തന്നെയാണ് ഉള്ളത്. പക്ഷേ 15-ാം നൂറ്റാണ്ടിൽ ചിന്തിച്ച കാര്യങ്ങളല്ല 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ചിന്തിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അടുത്ത 25-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷേ തലച്ചോറിന്റെ തൂക്കം ഒന്നാണ്, തലച്ചോറിന്റെ കോണ്ടന്റ് ഒന്നാണ്, ഉള്ളടക്കം ഒന്നാണ്. ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ഒക്കെ തലച്ചോറില്ലേ? ആ തലച്ചോറിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതല്ലേ? പക്ഷെ എന്നിട്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്നത്. വ്യത്യസ്തമായ ഐഡിയകൾ ഉണ്ടാകുന്നു. ഒരേ അളവുള്ള, ഒരേ തൂക്കമുള്ള, ഒരേ ഉള്ളടക്കമുള്ള തലച്ചോറുകളിൽ നിന്ന് വ്യത്യസ്തമായ ഐഡിയകൾ ഉണ്ടാകുന്നു. 15-ാം നൂറ്റാണ്ടിൽ ചിന്തിച്ച മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തേ ഇതേ തലച്ചോറ് വെച്ച് 15-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ISS-നെ കുറിച്ച്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയാതെ പോയത്? 15-ാം നൂറ്റാണ്ടിൽ ഈ തലച്ചോറല്ലേ? 15-ാം നൂറ്റാണ്ടിൽ ഇതിന്റെ ഉള്ളടക്കമല്ലേ ഉള്ളത്? എന്നിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റാതെ പോയത്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 25-ാം നൂറ്റാണ്ടിൽ ഈ കണക്കിന് കാര്യങ്ങൾ പോയാൽ എന്തെല്ലാം വികാസങ്ങൾ ഉണ്ടാകും? 25-ാം നൂറ്റാണ്ടിൽ എന്തേ ഇന്നത്തെ ഈ തലച്ചോറ് വെച്ച് അവർക്കത് ചിന്തിക്കാൻ പറ്റാത്തത്? അവർക്ക് എന്തേ 25-ാം നൂറ്റാണ്ടിലെ കാര്യം 21-ാം നൂറ്റാണ്ടിൽ നിന്ന് ആലോചിക്കാൻ പറ്റാത്തത്? ഇതിനകത്ത് അള്ളാഹുവിന്റെ ഒരു ഇടപെടലില്ലേ? ഒരേ തൂക്കമുള്ള, ഒരേ ഉള്ളടക്കമുള്ള തലച്ചോറുകളിൽ നിന്ന് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലും ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, വ്യത്യസ്ത ആളുകളിൽ വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ, എല്ലാം ഒരേ വസ്തുവിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഉദയം കൊള്ളുന്നത്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പടച്ച തമ്പുരാൻ മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹി കസീറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വലിയ അത്യുന്നതനാണ് ആ പടച്ച തമ്പുരാൻ, എത്ര വലിയ പരിശുദ്ധനാണ് ആ റബ്ബ്. നമ്മൾ ആലോചിക്കണം. അങ്ങനെ നമ്മുടെ ഈമാൻ നമ്മൾ റിഫോം ചെയ്തുകൊണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. അതിനാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചുറ്റും കാണിച്ചു തരുന്നത്. പക്ഷേ
അവൻ അശ്രദ്ധനായി നടക്കുകയാണ് എന്നല്ല പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ അശ്രദ്ധമായി നടക്കുകയാണ്. ഇപ്പോൾ അതുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കെന്ത് കാര്യം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഇവിടെ നമ്മൾ സാധാരണ നാസ്തികർ പറയാറുണ്ട്, ദൈവമില്ല, ദൈവമുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് അതൊന്ന് തെളിയിക്കുക എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ദൈവമുണ്ടെന്ന് ശാസ്ത്രീയമായിട്ടൊന്ന് തെളിയിക്കുന്ന മതവിശ്വാസികൾ നാസ്തികരുടെ ഭാഗത്ത് നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ദൈവമുണ്ടെങ്കിൽ ശാസ്ത്രീയമായി ഒന്ന് തെളിയിക്കുകയെന്ന്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റില്ല. അതിന് നമ്മളാരും മെനക്കെടേണ്ടതില്ല. ഇനി ദൈവത്തെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി പറയുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, അവന് ദൈവത്തെയും അറിയാൻ പാടില്ല, അവന് ശാസ്ത്രത്തെ അറിയാൻ പാടില്ല, അവനിത് രണ്ടും അറിയാൻ പാടില്ല. കാരണം ശാസ്ത്രം അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളൊന്നും ഉപയോഗിച്ച് പരീക്ഷിച്ച് നിരീക്ഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതല്ല പടച്ചതമ്പുരാൻ. പടച്ചതമ്പുരാൻ പ്രപഞ്ചത്തിന് അതീതനാണ്. പ്രപഞ്ചത്തിന് അതീതനായ ഒരു ശക്തി സ്രോതസ്സിനെ എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ അകത്തുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുക? കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ദൈവം എന്താണെന്നും അറിയാൻ പാടില്ല, ഇവർക്ക് ശാസ്ത്രം എന്താണെന്നും ഇവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരെ ചോദ്യം ചോദിക്കുന്നത്. ഇതിന് പറ്റിയ ഒരു ഉദാഹരണവും കൂടിയാണ് ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉദാഹരണം, ഇപ്പോൾ 11 പേര് അതിനകത്തുണ്ട്. 7 പേര് അവിടെ ഉണ്ടായിരുന്നു. 4 പേര് ഇപ്പോൾ പുതിയതായി നാസയിൽ നിന്ന് പോയിട്ടുണ്ട്. 11 പേരുണ്ട്. ഈ 11 പേർക്ക് പകരം നിങ്ങളൊന്ന് ആലോചിക്കണം, 11 ഗർഭിണികളെ അവിടെ കൊണ്ടുപോയി ആക്കുകയാണ്. 11 ഗർഭിണികളെ അവിടെ കൊണ്ടുപോയി ആക്കുകയാണ്. ഈ 11 ഗർഭിണികൾ അവിടെ വെച്ച് പ്രസവിക്കുകയാണ്. പ്രസവിച്ചതിന് ശേഷം അവരുടെ മാതാക്കൾ അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഈ 11 കുട്ടികൾ അവിടെ വളരുകയാണ്. അവർ വളർന്ന് വലുതായി. അങ്ങനെ 11 പേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരുത്തൻ ചോദിച്ചു, അല്ല, നമ്മളിപ്പോൾ ഈ കറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാധനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഈ 10 പേരും പറഞ്ഞു, അല്ല, അത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാകും, അല്ലാതെ ഇങ്ങനെ ഒരു വസ്തു ഇത്രയും വലിയ അജാനബാഹുവായിട്ടുള്ള ഒരു സംഗതി ഇത്രയും വേഗത്തിൽ ഇത്രയും വ്യവസ്ഥാപിതമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങൂല. അപ്പോൾ ആരെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഈ നാസ്തികൻ പറഞ്ഞു, ആരുണ്ടാക്കിയതല്ല. ഇതിപ്പോൾ നമ്മൾ നോക്കിയേ, ഇതിൻ്റെ പുറത്തെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പുറത്തോട്ട് നോക്കുമ്പോൾ ആകെ ഒരു വായു, പിന്നെ മേഘം പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ പുറത്തൊന്നുമില്ല, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതാ നിങ്ങൾ പറയുന്ന പോലെയല്ല, ആരുണ്ടാക്കിയതല്ല, ഇത് തന്നെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ, ആലോചിക്കണം നിങ്ങൾ, ഇത് തന്നെ ഉണ്ടായതാണെന്ന് അവൻ പറഞ്ഞാൽ നമുക്ക് അവനോടും അവനെപ്പോലുള്ള നാസ്തികരോടും ചോദിക്കാനുള്ളത്, അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ഇതിൻ്റെ പുറകിൽ 400 കിലോമീറ്റർ അപ്പുറത്ത് ഭൂമിയിൽ താമസിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇതുണ്ടാക്കിയത് എന്ന് ശാസ്ത്രീയമായിട്ട് അതിനകത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ 10 പേരെ ബോധ്യപ്പെടുത്താൻ അവന് കഴിയുമോ? ജന്മത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ആ 10 പേരെ ഇത് ശാസ്ത്രീയമായിട്ട് ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ഈ 400 കിലോമീറ്റർ അപ്പുറത്തുള്ള മനുഷ്യ, അവിടെ ഒരു ജീവി 2 കാലും 2 കൈയും തലയും മൂക്കും ഒക്കെ ഉള്ള ഒരു ജീവി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ ജീവികളിൽ ചിലരാണ് ഇത് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് ഇങ്ങനെ കറക്കുന്നത് എന്ന് ആ പേടകത്തിനകത്തുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഥാപിക്കാൻ അവന് ജന്മത്തിൽ സാധിക്കില്ല. അതിനർത്ഥം ഈ മനുഷ്യനല്ല അതുണ്ടാക്കിയത് എന്ന് വരുമോ? ആ മനുഷ്യനാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളൊരു വസ്തുതയല്ലേ, ഒരു ഫാക്റ്റല്ലേ? പക്ഷേ അതിനകത്ത് ഇവന് തെളിയിക്കാൻ പറ്റുമോ ശാസ്ത്രീയമായിട്ട് ഇതിനകത്ത് ഈ 2 കാലുള്ള മനുഷ്യനാണ് ഇത് ഉണ്ടാക്കി ഇവിടെ വിട്ടത് എന്ന് അതിനകത്തുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ മനുഷ്യനെ കണ്ടെത്താൻ ഇവന് സാധിക്കില്ല. ഇത് തന്നെയാണ് ഈ ഭൂമിക്കകത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ നാസ്തികർ ചോദിക്കുന്നത്, ഇതിൻ്റെ പുറകിലൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കുക ശാസ്ത്രീയമായിട്ട് എന്ന് പറയുന്നത്. അതെത്ര മാത്രം തെളിയിക്കാൻ പറ്റുകയോ അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നും തെളിയിക്കാൻ പറ്റില്ല. അതിനേക്കാൾ വേറെ യുക്തിയൊക്കെ വെച്ച് ചിലപ്പോൾ തെളിയിക്കാൻ സാധിച്ചേക്കും. അതിനകത്ത് നിന്ന് യുക്തിയല്ല നമുക്ക് ആവശ്യം, ശാസ്ത്രീയമായിട്ടാണ് ഇത് തെളിയിക്കേണ്ടത്. അത് സാധിക്കില്ല. യുക്തിപരമായിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ നമുക്കിവിടെ തെളിയിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അഥവാ ഇവിടെ ആളുകൾക്ക് ആവശ്യം പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് തെളിയിച്ചാൽ മതി. അല്ലാതെ വേറെ അവരുടെ ജീവിതത്തിലെല്ലാം ഒന്നും ഇതിൻ്റെ പുറകിലൊക്കെ യാഥാർത്ഥ്യവും ശാസ്ത്രമൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ട സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ നവനാസ്തികരടക്കം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒത്തിരി സുപ്രധാനമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും യാതൊരു ശാസ്ത്രീയ തെളിവില്ലാതെയാണ്. ഈ നവനാസ്തികരടക്കം അങ്ങനെയാണ്.
എണ്ണി എണ്ണി നമുക്ക് പറയാൻ സാധിക്കും. അതിനൊന്നും അവർക്ക് ശാസ്ത്രീയ തെളിവും വേണ്ട. അവർ അന്ധമായിട്ട് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു, അവർ നഷ്ടപ്പെടുമ്പോൾ വേദനിക്കുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ മനുഷ്യൻ പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അംഗീകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവ് വേണം. ആ ശാസ്ത്രീയമായ തെളിവിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇതൊക്കെ വെച്ച് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ നിയമവിധികൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താനും പരുവപ്പെടുത്താനുമാണ് നമ്മളിതൊക്കെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ മൗലികമായ ലക്ഷ്യം അതാണ്. അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഇല്ലാതാകും ജീവിതം കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.